5% കപ്പയിൽ വിഷമുള്ളൂ. അതിൽ മഞ്ഞൾ കൂട്ടി കപ്പ പുഴുങ്ങിയാൽ 3% വിഷം ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ മീൻ കൂട്ടി കപ്പ തിന്നു കഴിഞ്ഞാൽ 2% വിഷം ന്യൂട്രലൈസ് ചെയ്യും. ഇങ്ങനെ വളർന്നിട്ട് അതങ്ങ് പൊട്ടണം. പൊട്ടുന്ന ആ കപ്പ പിടിച്ചിട്ട് പോയാൽ നല്ല ടേസ്റ്റായിരിക്കും. കടകളിൽ നിന്നൊക്കെ കപ്പ മേടിക്കുമ്പോൾ രുചി വ്യത്യാസം വരുന്നതിന് കാരണം അതാണ്, ടേസ്റ്റ് ഇല്ലാതെ വരും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ തൈക്കണ്ടത്തിൽ ജോർജ് മാത്യു സാറിൻ്റെ അടുത്താണ്. ജോർജ് മാത്യു സാറിൻ്റെ കപ്പ അരിയുന്ന മെഷീൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ കപ്പ കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ജോർജ് സാറിനോട് ചോദിക്കുകയും ചെയ്യാം. ഇതിന് 3 ബ്ലേഡുകളാണുള്ളത്. 1, 2, 3 ബ്ലേഡ്. ഈ 3 ബ്ലേഡിനാണ് കണ്ടിച്ചു വരുന്നത് അല്ലേ? 3 ബ്ലേഡിൽ 3 ഒരു കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് 3 ആയിട്ട് ഒറ്റ ട്രിപ്പം കണ്ടിച്ചു പോകും. ഒന്ന് കറങ്ങി വരുമ്പോൾ അത് ഒരേ ലെവലിലാണ് ഈ ബ്ലേഡ് വിറ്റുന്നത്. അപ്പോൾ ഒരേ കനത്തിൽ കിട്ടും സാധനം. പിന്നെ ഈ പാത്രത്തിൽ നമുക്ക് എത്ര കിഴങ്ങ് വേണമെങ്കിലും വെക്കാം. ഇത് നിറയുന്നതനുസരിച്ച് കിഴങ്ങ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് പൊക്കോളും. പിന്നെ ഈ മുട്ടയൊന്ന് വെട്ടിക്കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അരിഞ്ഞ് കിട്ടാം. അല്ലെങ്കിൽ ഇത് താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ മുട്ടയിൽ ഇത് പിടിക്കും. അപ്പോൾ നമ്മൾ നിർത്തേണ്ടി വരും. അപ്പോൾ ഇതൊരു പെണ്ണുങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വളരെ അനായാസം കൈകാര്യം ചെയ്യാവുന്നൊരു സാധനമാണ്. ഇതിപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെറുതെ അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് നമുക്കങ്ങ് നോക്കാം. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ചു. എന്നിട്ട് ഇതുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കറക്കുന്നതെന്ന് മാത്രമാണ്. ഈ കറക്കുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഇത് കപ്പ അരിഞ്ഞ് തീരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കിലോ ഉള്ള ഒരു കിഴങ്ങ നമ്മളിപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് തീർത്തു. അപ്പോൾ ഈ മുട്ടി വന്നിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തടയും. വെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞാൽ മതി. ഇതെല്ലാം ഒരേ വലിപ്പം അല്ലേ? ഒരേ പിന്നെ കനത്തിലാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പം. അവിടെ ഇതിപ്പം നമ്മളൊരു 5 സെക്കൻഡ് കൊണ്ട് 1 കിലോ കപ്പ അരിഞ്ഞില്ലേ? അപ്പോൾ ഇത് കൂട്ടൊരു 3 കപ്പ 1 കിലോ വീതമുള്ളൊരു 3 കപ്പ കിഴങ്ങെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് 3 കിലോ അരിഞ്ഞ് തീർക്കാം. ഇത് സാധാരണ ഇവിടെ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ വാങ്ങിച്ചതാണോ? ഇതൊരു ഇവിടെ ഒരു പിന്നെ കൊല്ലൻ ഉണ്ടാക്കിയതാണ് അല്ലേ? എത്ര വർഷമായി ഇത്? ഞാൻ വാങ്ങിയിട്ടൊരു 10 വർഷമായി. അന്ന് തന്നെ വിലയായിരുന്നു? അന്ന് 2500 രൂപയായിരുന്നു. ഇപ്പം അതിലൊക്കെ വില കൂടെ അല്ലേ? 5000 രൂപയ്ക്ക് മുകളിൽ പോകുന്ന എൻ്റെ അറിവ്. വിലയുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് അത് അവരുടെ അവിടെ ഒരു ആലയുണ്ട്. ആ ആലയിൽ ഇത് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇപ്പോഴും ഉണ്ടോ അവിടെ? ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം വന്നേക്കാൻ പറയും. അന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവർ കൊറിയർ അയച്ചു തരുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല. ഇതെവിടെയാണ് ഈ ആല? മുട്ടത്തിൽ ചെന്നിട്ട് നമ്മൾ മൂലമറ്റത്തിന് പോകുന്ന വഴി, തൊടുപുഴ മൂലമറ്റം വഴിയിൽ അല്ലേ? മുട്ടത്തിലിറങ്ങി എന്നിട്ട് ആ മൂലമറ്റം വഴി ഇച്ചിരിയൊക്കെ നടന്നു കഴിയുമ്പോൾ അവിടെ ആലയെന്ന് ബോർഡായിട്ട് വെച്ചിട്ടുണ്ട്. റോഡ് സൈഡ്, മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അവർ പറയും. ഈ പുള്ളിയുടെ വീടെങ്ങാണ്ട് ഉൾനാട്ടിലൊക്കെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ബ്ലേഡിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? മൂർച്ച കൂട്ടാനായിട്ട് ഇത് അങ്ങനെ മൂർച്ചയൊന്നും പോകുന്ന ബ്ലേഡ് അല്ല. ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. എത്ര കാലം വേണമെങ്കിലും. അതുപോലെ തന്നെ ഇതിൻ്റെ കനം, ഈ കപ്പയുടെ കനം വ്യത്യാസം വരുത്താൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ബ്ലേഡിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഈ 3 ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസാക്കി ഇടുക, കട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യുക. അത് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാവുന്ന കാര്യമാണ്. ഇനി അഥവാ ബ്ലേഡിന് ഇച്ചിരി മൂർച്ച കുറഞ്ഞെന്ന് നോക്കും. ഇതിൻ്റെ 2 വശത്തും മൂർച്ചയുള്ള ബ്ലേഡാണിത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. വേണ്ട, ഈ ബ്ലേഡ് തിരിച്ചിട്ടാൽ. ഇതിപ്പം ആദ്യം കിടന്ന മുന തന്നെ അവിടെ ഇട്ടേക്കുന്നത്, ആ സൈഡ് തന്നെയാണ്. മാറ്റിയിട്ടില്ല. ഇത് ഒന്ന് തിരിച്ച് ഇട്ട് നമ്മൾ അരത്തിനൊന്ന് രാകിയാൽ നല്ല ഇതായി. അപ്പം ഇതിപ്പോൾ നമുക്ക് ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പോൾ മേടിക്കാൻ കാരണം ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ പണ്ട് കാലത്ത് കപ്പ അരിയുന്ന കത്തിയെ വാട്ടുന്ന ചെമ്പ്, അതിൻ്റെ നയമ്പൊക്കെ ഇവിടെ ഉണ്ട്. ആൾക്കാരെല്ലാം ഇവിടുന്ന് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഇപ്പം അതെല്ലാം ഔട്ടായി കഴിഞ്ഞ് പിന്നെ ഈ അരിച്ചിലുകാർ വന്നപ്പോൾ കപ്പ അരിയാൻ ആളെ കിട്ടാനില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ കപ്പയുടെ പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അരിച്ചിലാണ്. അരിഞ്ഞ സമയത്ത് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ കത്തി കണ്ടതും അതിട്ട് ആലോചിച്ചു. അപ്പം നാട്ടുകാരെല്ലാം ഇപ്പോൾ ഇവിടെ വന്ന് ഈ കത്തി കൊണ്ടുപോകുന്നത്. ഒത്തിരി പേർക്ക് പ്രയോജനമുണ്ടല്ലേ? പ്രയോജനമുണ്ട്. കാരണം ഈ 1500 രൂപയും മദ്യം കൂടെ കൊടുത്തെങ്കിലും ഒരാൾ കപ്പ അരിയാൻ പറ്റും. അത് നമ്മൾ വിളിക്കുന്ന സമയത്തൊന്നും വരികയില്ല. അപ്പോൾ എന്നെ വിശ്വസിച്ചാൽ നമ്മൾ കപ്പ പറിക്കുന്നു. ഇതിപ്പോൾ വിഷയമല്ല. ഞാൻ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ കത്തി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടേ കപ്പ പറിക്കാവുള്ളൂ. അപ്പം പിന്നെ കപ്പയ്ക്ക് പറിച്ച് അരിഞ്ഞ് അന്നേരം പണി ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഒരുപാട് കപ്പയൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 15 സെക്കൻഡ് പണി തരും. ഇത് പിള്ളേർക്കൊക്കെ രസമല്ലേ? പിള്ളേർക്ക് രസം. കാരണം ഇതിലിട്ട് കറക്കാം. ഇതൊരു കറക്കുന്ന ഒരു രസം, പിന്നെ പറക്കി വെച്ച് കൊടുക്കുന്ന ഒരു രസം. ഈ അതെങ്കിൽ ഒരു കൈയൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്നിട്ട് പേടിക്കുകയും വേണ്ട.
നമ്മൾ കൈ കൊണ്ട് ഇറക്കുന്നുണ്ട്. അത് തന്നെ. അല്ല മോട്ടറൊക്കെ ആണെങ്കിൽ പേടിക്കണം. ഇതിന് മോട്ടർ ഘടിപ്പിക്കാവുന്ന സംവിധാനമുണ്ട് ഇവിടെ. പക്ഷെ മോട്ടർ ആകുമ്പോഴേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മോട്ടർ ഘടിപ്പിക്കാം. ഈ ബെൽറ്റിട്ട് മോട്ടർ ആകുമ്പോൾ വേറൊരു ന്യൂനതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡ് ഒരേ സ്പീഡിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡൊന്ന് കുറയ്ക്കണമെന്ന് വെച്ചാൽ കൂട്ടിയെന്ന് വെച്ചാൽ അത് പറ്റില്ല. അല്ലെങ്കിൽ അത് അപകടം അറിയാതെ എങ്ങനെയും കൈ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ മുറിയും. അപ്പോൾ നമ്മൾ ഇതാണെന്നുണ്ടെങ്കിൽ കൈ അകത്ത് നമുക്കറിയാമല്ലോ. ഒരാൾ തന്നെ മിക്കവാറും കറക്കുകയും ഇത് കപ്പ് കഴുകിയെടുത്ത് വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ തന്നെ അതിന് കണ്ടീഷൻ ഇവിടെ ഒരു ബെൽറ്റ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യാം അല്ലേ? മോട്ടർ വെക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അത് ഒരു 10-50 കിലോ തൂക്കമുണ്ട്. അതിൽ വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു കൊല്ലനാണ്. ഇതുപോലെ സംഭവം ഇത് തന്നെ. അതായത് ഒരു മോട്ടർ കൂടെ കൂടി ഉണ്ടെന്ന് മാത്രമേ. പക്ഷെ അത് ചോദിച്ചിട്ട് പോകാൻ അത്ര എളുപ്പമല്ല. ഇതാണ് നമുക്ക് ഈ ഒരു ജാഫ്യത്തിനൊക്കെ പോയാൽ വരും. ഒരു ബിഗ് ഷോപ്പിനകത്ത് വെച്ചാൽ അവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനോ. പണ്ട് ഈ ചെമ്പും നൈമ്പും കത്തിയൊക്കെ മേടിച്ചുകൊണ്ട് കപ്പ പണി ചെയ്തിട്ടുണ്ടിരുന്നാലെല്ലാം ഇപ്പോൾ ഇവിടെ വരും. ആ ഓർമ്മ വെച്ച്. അപ്പോൾ ഇതുകൊണ്ട് ചെമ്പൊക്കെ ഉപയോഗശൂന്യമായിട്ട് പോയി. ഇപ്പോൾ ഈ നമ്മളെ കപ്പ പറിക്കാൻ നേരത്തെ അതിൻ്റെ ഒരു മൂപ്പൊക്കെ ആകുന്ന എങ്ങനെ അറിയുന്നത്? നമ്മൾ മൂപ്പാകുന്നതെന്ന് പറഞ്ഞാൽ കപ്പയ്ക്ക് 100 വെക്കണം. 100 വെക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കപ്പയുടെ കാ ഉണ്ടാവും. കപ്പ കാ ഉണ്ടാവും മുതൽ 100 ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കാ പൊട്ടുന്നതാണ് 100ൻ്റെ മാക്സിമം 100 അതിലുണ്ടെന്ന് പറയാം. പൊട്ടുമ്പോൾ ഈ കാ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഈ പമ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഉരുണ്ട കായ അതിങ്ങനെ മൂത്ത് കഴിയുമ്പോൾ അത് പൊട്ടുന്ന സമയത്താണ് നമ്മൾ കപ്പ പറിക്കുന്നത്. ആ കാ മൂക്കുമ്പോൾ പോലെ വന്നാലും 100 കുറേശ്ശേ ഉണ്ടാകും. പക്ഷേ ഏറ്റവും നല്ല രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടിയ കാ ഉണ്ടായ കപ്പ പറിച്ചതിൽ രുചിയുണ്ട്. അതാണ് അതിൻ്റെ പൂവ്. ഈ കായ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പൂ. ഇപ്പം വിടർന്ന് ഇപ്പോൾ അത് പൂ ആയിട്ടേ ഉള്ളൂ. ഇത് ഇനി വിടർന്ന് അതിൽ കായാവും. ഉരുണ്ട കായ. ആ ഉരുണ്ട കായ ആയി കഴിഞ്ഞെങ്കിൽ ഇത് പൊട്ടുന്നതാണ് ഈ കപ്പയുടെ മൂപ്പ്. 100 കൂടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പം 100 ആരംഭിച്ചിട്ടുള്ളതെന്നുള്ള തെളിവാണിത്. ഇപ്പം പറിക്കാറായില്ല. അല്ല പറിച്ചു തന്നാൽ കുഴപ്പമില്ല. രുചി കുറവായിരിക്കും. ഈ 100 പരമാവധിയിൽ എത്തിയെങ്കിൽ മാത്രമേ ഈ കപ്പയ്ക്ക് പരിപൂർണ്ണ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് ഗുണം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അത് ഈ കായ ഇങ്ങനെ വളരുന്നുണ്ട്. ഇതിപ്പോൾ കുഞ്ഞു കായ. ഇതിപ്പോൾ ഒരു 2 മാസത്തെ വളർച്ചയെങ്കിലും കാണും. അത് കായ ഇങ്ങനെ വളർന്നിട്ട് അതങ്ങ് പൊട്ടണം. പൊട്ടുന്ന ആ കപ്പ പിടിച്ചിട്ട് പോയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ കപ്പയുടെ ഗുണവ്യത്യാസം വല്ലതും ഉണ്ടോ? ഗുണവ്യത്യാസം ഉണ്ട്. കപ്പയുടെ 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്തല്ലേ. പക്ഷേ ഈ മറ്റേ കപ്പകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കൃത്രിമ വളമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ഒരു മണുമണപ്പല്ലേ, രുചിയില്ല. അവർ ചില കപ്പയ്ക്ക് കയ്പ് വരുന്നത് അതതിൻ്റെ ഈ പിന്നെ അതിലടങ്ങിയിരിക്കുന്ന എന്തോ വിഷയമാണ്. ഈ ചാണകം ഇട്ട് കഴിഞ്ഞാൽ കയ്പ് ഉണ്ടാകുന്നു. ചാണകമല്ല ചെടി എടുക്കുന്നത്. ചാണകത്തിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരാണ് ചെടികൾ വലിക്കുന്നത്. നമ്മളിപ്പം പിന്നെ ഈ ഓറഞ്ചോ കമ്പിളി നാരങ്ങയൊക്കെ കമ്പിളി നാരങ്ങയൊക്കെ തിന്നുവാണെങ്കിൽ അതിൻ്റെ നീരല്ല പിശുരം തുപ്പിക്കളയല്ലേ. അത് തന്നെ ഇപ്പം മാതള നാരങ്ങയാണെങ്കിലും അതിൻ്റെ പിശുരം നമ്മൾ തുപ്പിക്കളയല്ലേ. അതിൻ്റെ നീരല്ലേ എടുക്കുന്നത്, ജ്യൂസല്ലേ എടുക്കുന്നത്. മുന്തിരിയാണെങ്കിലും ജ്യൂസല്ലേ എടുക്കുന്നത്. അതുപോലെ ഉള്ളൊരിതാണ്. അപ്പോൾ ഇതിപ്പം ഈ ഒരു 4-5 മാസമായ കപ്പയത്. അപ്പോൾ ഇതിൻ്റെ മൂപ്പിതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ആൾക്കാർ കപ്പയ്ക്ക് വന്നു കഴിയുമ്പം ഇവിടെ മൂത്ത കപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കപ്പ എന്തെങ്കിലും ഉള്ളൂ പറിച്ചു കൊടുക്കാം. 100 ഇല്ലെങ്കിൽ ഗുണമില്ല, അതുപോലെ രുചി വ്യത്യാസം ഉണ്ടല്ലേ. 100 ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഗുണം കുറയും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കടകളിൽ നിന്നൊക്കെ കപ്പ മേടിക്കുമ്പോൾ രുചി വ്യത്യാസം വരുന്നതിന് കാരണം ടേസ്റ്റ് ഇല്ലാതെ വരും. ചില ആളുകൾ തൊണ്ട് പൊളിച്ചിട്ട് വാട്ടുന്നവരുണ്ട്, ചിലർ തൊണ്ട് ചിരണ്ടിട്ട് വാട്ടുന്നവരുണ്ട്. ഏതാ നല്ലത്? പക്ഷേ ആ തൊണ്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചീകി കളഞ്ഞിട്ട് വാട്ടുന്നത്. പിന്നെ ചിലർക്ക് തൊണ്ട് ഇത് കപ്പ വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വേവിക്കുമ്പോൾ ഈ തൊണ്ടോട് കൂടിയുള്ളതാണ് തൊണ്ട് വേർതിരിഞ്ഞ് പോകും രണ്ടാമത്തെ വേവിക്കുന്നത്. പക്ഷേ ഈ 2 തൊണ്ടും പൊളിച്ചതാണെങ്കിൽ തൊണ്ട് വേർതിരിഞ്ഞ് പോവുകയാണ്. പക്ഷേ ഇതിന് ശരിക്കും ടേസ്റ്റ് ഉള്ളത് ഈ തൊണ്ടുള്ളതിനാണ്. അപ്പോൾ ഈ തൊണ്ടിന് എന്തോ വിഷാംശം ഉണ്ടെന്ന് പറയുന്നത്. ഈ കപ്പയുടെ വിഷാംശത്തെ പറ്റി ഒരിക്കലും ഇംഗ്ലണ്ടിലൊരു ലാബിലൊരു റിപ്പോർട്ട് ഞാൻ കേട്ടതാണ്. അതായത് 5% കപ്പയിൽ വിഷമുള്ളൂ. അതിൽ മഞ്ഞൾ കൂട്ടി കപ്പ പുഴുങ്ങിയാൽ 3% വിഷം ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ മീൻ കൂട്ടി കപ്പ തിന്നു കഴിഞ്ഞാൽ 2% വിഷം ന്യൂട്രലൈസ് ചെയ്യും. അത് ഇംഗ്ലണ്ടിലുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ ഈ പ്രക്ഷേപണം ഞാൻ കേട്ടതാണ്. അതാണ് ഈ കപ്പയുടെ പ്രത്യേകത. പക്ഷേ ഇത് നമ്മൾ ഈ കണ്ട ഈ രാസവളവും കെമിക്കലൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഈ കപ്പയ്ക്കകത്ത് ഇതൊക്കെ ഉള്ളത്. പിന്നെ ഈ കുത്താതിരിക്കാൻ വേണ്ടി ഏണ്ടൊക്കെ കൃത്രിമങ്ങൾ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. ഞങ്ങളുടെ ഇവിടെ ആരും ചെയ്യാറില്ല. നമ്മുടെ ഈ നിങ്ങളുടെ അടുത്തായിരിക്കും മറ്റേ പൂമാലയോ അവിടെ ഒരു 10-15 കിലോമീറ്റർ അല്ലേ, അവിടെ അങ്ങണ്ടല്ലേ ഒരു സ്കൂൾ കുട്ടിയുടെ പശുക്കൾ ചത്തുപോയത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ആശ ഉറപ്പല്ല,
ചിലപ്പോൾ ഈ കളനാശിനി അടിച്ചിട്ട് കപ്പ കുറച്ച് കാണും. അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ കളനാശിനി ഏതെങ്കിലും അടിച്ചിട്ട് പുല്ല് പോകാൻ വേണ്ടിയിട്ട് അത് കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം പുല്ലെല്ലാം കരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ വിഷം വലിച്ചെടുത്തു അല്ലേ? വിഷം വലിച്ചെടുത്തു. ഈ കപ്പയുടെ ഈ തൊലി കിടക്കല്ലേ. അല്ലാതെ അതിന് മുമ്പ് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അന്ന് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു അല്ലേ? പറയുന്നു. ഞാൻ കണക്ക് കൂട്ടുന്ന അങ്ങനെ കേട്ടോ. അവർ തളിച്ച് ഇത് കെമിക്കൽ തളിച്ചോന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലാതെ ഇപ്പം കെമിക്കൽ തളിച്ചൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ, കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം അത് കൊണ്ടുപോയി വേണ്ട. സൈനൈഡിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത് ഈ കപ്പയ്ക്ക്. സാധാരണ ഉണ്ടെന്നാണ് പറയുന്നത് കപ്പയ്ക്ക്, ചെറിയ അംശം. അപ്പം അതിന് കൂടുതലായിട്ട് വല്ലതും വന്ന് കാണുമായിരിക്കും. അങ്ങനെ വല്ലതും വന്നതായിരിക്കും. ഈ സൈനൈഡ് പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ഇതാണ്. അതെ. നമ്മൾ പിന്നെ ഈ കപ്പയ്ക്കൊന്ന് വേവിച്ചിട്ടൊക്കെ അല്ലേ ഇതിന്, അന്നേരം അതിൻ്റെ എഫക്റ്റ് ഇച്ചിരി കുറയുമല്ലോ. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ തൊണ്ട് ഡയറക്റ്റ് നേരിട്ട് കൊടുക്കുകയല്ലേ, അങ്ങനെ സംഭവിച്ചായിരിക്കാനാണ് സാധ്യത. മറ്റു വിഷങ്ങൾ വല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തുണിയൊക്കെ അലക്കുമ്പോൾ തുണി മുക്കുന്ന നീലമില്ല, ആ നീലം കലക്കി ഈ കന്നേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിഷമൊക്കെ പൊക്കോളും. പക്ഷേ ഈ സൈനൈഡാണെങ്കിൽ അങ്ങനെ പോകില്ല. അപ്പം ഇതെന്തോ കെമിക്കൽ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വൃത്തിയായിട്ട് പറയുന്നത്. എന്നാലും ഈ ചെറിയ ഈ സൈനൈഡിൻ്റെ അംശമുണ്ട് അല്ലേ? കപ്പയ്ക്കുണ്ട്. അപ്പോൾ ഈ തൊണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ ആ സൈനൈഡിൻ്റെ അംശം അത് കപ്പയിൽ വെച്ചേക്കുന്ന അല്ലാണ്ട് തൊണ്ടയിലല്ല. തൊണ്ടയിലല്ല മൊത്തം ഉള്ളത്. അതിനാണ് ഇത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ മീനുകളെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ 100% കപ്പ വളരെ സേഫാണ്. പണ്ടുള്ള കാരണന്മാർ ഉണക്കമീനൊക്കെ കൂട്ടിയാ അല്ലേ? കപ്പയും ഉണക്കക്കപ്പയും ഉണക്കമീനും. ഉണക്കമീൻ അത് കുടംപുളി ഇട്ട് വെച്ച ഉണക്കമീൻ. ഈ കുടംപുളിക്കകത്ത് ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. അത് പറയാൻ കാരണം ഇവിടെ നമുക്ക് 2 കുടംപുളിയുണ്ട്. 3-ാം വർഷം നന്നായിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഈ വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് 5 കിലോ വേണം 10 കിലോ എന്ന് പറയും. ഞാൻ പറയും നിങ്ങൾ 1 കിലോ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം ഇട്ടാൽ മതി. അതല്ല പ്യുവർ സാധനമാണ് ഇത്. പണ്ടുപോലെ ഇവിടെയുള്ള കുടംപുളി അതിപ്പം വരുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഈ ഓരോ കിലോയ്ക്ക് ഓരോരുത്തർക്ക് കൊടുത്തു വിടുന്നുണ്ട്. ഈ സിംഗപ്പൂർ, ഈ ഓസ്ട്രേലിയയിലൊക്കെ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട്. ഞങ്ങൾ UK ഉള്ള ആൾക്കാർക്ക് കൊടുത്തു വിടാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.